റബ്ബ് പറയുകയാണ്, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ. ഈ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നു, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റബ്ബ് ഒരു മകനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, അതങ്ങേയറ്റം ഗൗരവകരമായ ഒരു വർത്തമാനമാണ്, ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. തകാദു സ്സമാവാതു യതഫത്തർന മിൻ, ഇവർ ഈ പറഞ്ഞ വാക്കിലൂടെ ആകാശങ്ങൾ പൊട്ടിപ്പിളരാറായിരിക്കുന്നു. വതൻഷഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ, ഭൂമി വിണ്ടുകീറാറാവുകയും പർവ്വതങ്ങൾ പൊട്ടിപ്പിളരാറാവുകയും ചെയ്തിരിക്കുന്നു. അത്ര വലിയ ഗൗരവമേറിയ വർത്തമാനമാണ് ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്. അൻദഉ ലിർറഹ്മാനി വലദ, റഹ്മാനായ റബ്ബിന് മകനുണ്ട് എന്ന വർത്തമാനമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റബ്ബിന് അങ്ങനെ ഒരിക്കലും ഒരു മകനെ സ്വീകരിക്കുക എന്നുള്ളത് റബ്ബിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ മുഴുവൻ ആളുകളും റബ്ബിലേക്ക് അടിമകളായി സ്വയം വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും. പിന്നെ എന്തിന് റബ്ബിന് ഒരു മകനെ സ്വീകരിക്കേണ്ടതുണ്ട്? സഹോദരന്മാരെ, ഇത്ര ഗൗരവമേറിയ സംസാരത്തിലൂടെയാണ് റബ്ബ് നമ്മളോട് ആ കാര്യം ഉണർത്തി നൽകുന്നത്. പിന്നെ എങ്ങനെയാണ് ആ വിശ്വാസം വെച്ചു പുലർത്തുന്ന, അതിനെ അനുയുക്തമായ രൂപത്തിൽ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട ഒരാഘോഷ രീതി, അതിനോട് ഇഷ്ടം വെച്ചു പുലർത്തിക്കൊണ്ടോ അതല്ലാതെയോ അതിനോട് സന്തോഷം പ്രകടിപ്പിക്കാനും ആശംസ നേരാനും അതിനോട് ഏതെങ്കിലും നിരക്ക് ഇണക്കം കാണിക്കാനും വിശ്വാസിക്ക് എങ്ങനെയാണ് സാധിക്കുക? റബ്ബിത്രമാത്രം ഗൗരവം കാണുന്ന ഒരു വിഷയത്തിന് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കൃത്യതയോടുകൂടെ പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പരമാവധി ജീവിതത്തിൽ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാർ.